ഇതൊരു ആഫ്രിക്കൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ കറിയാണ്. നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി നമ്മളൊന്ന് ചതച്ച് എടുത്തത്, ഒരു പേസ്റ്റ് രൂപത്തിൽ ചതച്ചെടുത്തത്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കണം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. 4 സവാള നമുക്ക് മുഴുവനായിട്ട് നല്ലോണം സ്ലൈസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ സവാള നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നല്ലോണം അത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യേണ്ടത്. അത് വേറൊരു രീതിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം ഒരു 2 കിലോ ചിക്കനാണ്. നല്ലോണം കറി കട്ട് ചെയ്തേക്കുന്ന 2 കിലോ ചിക്കൻ. നമ്മളുടെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ചിക്കൻ ആഡ് ചെയ്യണം. കഴുകി വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ആഡ് ചെയ്യണം. ഞാനൊരു 2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത്. ചിക്കൻ നല്ലോണം ഇതിനകത്ത് പുരട്ടിയിട്ട് നമ്മൾ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഒരു 2 ഏത്തക്കായ നമ്മൾ മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ട് ആ പേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അതിന് ശേഷം ആണ് ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന ഏത്തക്കായുടെ പേസ്റ്റ് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ഏത്തക്കായുടെ പേസ്റ്റ് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ചിക്കൻ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് നമുക്ക് ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് വെന്തതിന് ശേഷം നമുക്കിനകത്തേക്ക് തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 2 കിലോ ആയതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ഫുൾ മുളക് പൊടി ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അതിനുശേഷം നമുക്ക് ഒരു മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർക്കാം. ഗ്രേവി ആവശ്യത്തിനനുസരിച്ച് 1 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആയിട്ടുള്ള ഗ്രേവിയാണ്. ഈ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് അതിനകത്ത് കുറച്ച് അളവിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം.
എന്നാലും നമുക്ക് അധികം മുളക് പൊടി വേണ്ട. ഞാൻ പച്ചമുളക് നല്ലോണം പേസ്റ്റ് അരച്ച് ചേർത്തിട്ട് അതിലാണ് ചിക്കൻ ആദ്യം വേവിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കൊന്ന് വേവട്ടെ, ഒന്നും കൂടി വേവട്ടെ. നമ്മൾ തന്നെ തയ്യാറാക്കിയെടുത്ത ചിക്കൻ മസാലയാണ്, അത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ഇത് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ വെള്ളയപ്പമാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അത് കഴിക്കാം. ഒരു അധികം ഗ്രേവി ഇല്ലാതെ നമുക്ക് ആവശ്യത്തിന് ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഒന്നും കൂടി തിളക്കട്ടെ. ഇത് നമ്മൾ തിളയ്ക്കുന്നുണ്ട്. അതിനകത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീരെ കുറവായിപ്പോയി. ഒരു ടേബിൾ സ്പൂൺ കൂടി ഉപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആരോഗ്യപരമായിട്ടുള്ളൊരു കൂട്ടാണ് ഇതിൻ്റെ. പച്ചക്കായ അറിയാം, ഇതൊരു ആഫ്രിക്കൻ സ്റ്റൈലിൽ ഉള്ളൊരു കറിയാണ്. ഇവരെല്ലാം പച്ചക്കായ നല്ലോണം കഴിക്കുന്ന ആൾക്കാരാണ് ആഫ്രിക്കൻസ്. അത് പച്ചക്കായ വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കായയും കപ്പയും കൂടി മിക്സ് ചെയ്തിട്ടൊരു വിഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനത്തെ പച്ചക്കായ അതിനകത്ത് ഗ്രേവിയായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൊരു ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ നമുക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കറി നല്ലോണം ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്, ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ്റെ പാചകം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടി അങ്ങോട്ട് ചെയ്യാം. ഉണ്ടല്ലേ, നല്ല തിക്ക് ഗ്രേവി ഉണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവി ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഇന്നത്തെ ആഫ്രിക്കൻ സ്റ്റൈൽ ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതൊരു ആഫ്രിക്കൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നാനാണെങ്കിലും കുഴപ്പമില്ല, പൊറോട്ട ആണെങ്കിലും ഇഷ്ടമുള്ളവർ പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ബ്രെഡാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡ് വേണമെങ്കിലും നമുക്ക് കഴിച്ചു നോക്കാം. എന്തായാലും വളരെ നല്ലൊരു ചിക്കൻ കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.